കുട്ടിക്കാലം മുതലുള്ള സാധാരണ രഥോത്സവത്തിന് വരുന്ന അതേ മനസ്സോടുകൂടി. പക്ഷെ ഇത്തവണ നാട്ടുകാരെ കാണാൻ വോട്ട് ചോദിക്കാം. ഇല്ല, വോട്ട് ചോദിക്കില്ല. രഥോത്സവ വീതികളിൽ ഞാൻ വോട്ട് ചോദിക്കില്ല. കാരണം ഇവിടുത്തെ രഥോത്സവ വീതികളിൽ വരുന്ന പാലക്കാട്ടുകാർ എന്നെ അറിയാം. ഈ അഗ്രഹാരവാസികളോടൊപ്പം കളിച്ചു വളർന്ന ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ആളുകളെ ഒന്ന് കാണാമല്ലോ. രഥോത്സവ നാളുകളിൽ അഗ്രഹാര വീതിയിൽ വരുന്ന സമയത്ത് ഒന്നിച്ച് പഠിച്ച ആളുകൾ, സ്കൂൾ വിദ്യാഭ്യാസ സമയത്ത്, കോളേജ് വിദ്യാഭ്യാസ സമയത്ത് ഒന്നിച്ച് പഠിച്ച ആളുകൾ ഇന്ന് പല ഭാഗത്ത് ഇന്ത്യയിൽ ജോലി ചെയ്യുന്നു. അവരെല്ലാം എത്തുന്ന സമയമാണ്. അവരെ കാണാനുള്ള ഒരു അവസരം. ഒരുപാട് പഴയ ഫ്രണ്ട്സിനെ കണ്ടോ? ഒരുപാട് ആളുകളെ കണ്ടു, ഒരുപാട് പേരെ. അവരൊക്കെ ഇനി വോട്ട് ചെയ്തിട്ടേ പോകുള്ളൂ അതോ? അല്ല, കുറെ ആളുകൾ ഇവിടെ വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾ വോട്ട് ചെയ്തിട്ടേ പോകും. അത് അവരെ സംബന്ധിച്ചോളം കൃഷ്ണകുമാറുമായിട്ടുള്ള ഒരു ആത്മബന്ധം കൂടി ഉണ്ട് അവർക്ക്. എന്തായാലും ഞങ്ങൾ ഇത്തവണ തെരഞ്ഞെടുപ്പ് ഇതേ സമയത്തായതുകൊണ്ട് രഥോത്സവം കാണാൻ പറ്റിയെന്നുള്ള ഒരു ആശ്വാസത്തിൽ നിൽക്കാണ്. രഥോത്സവം അല്ലെങ്കിൽ രഥോത്സവ സമയത്ത് എല്ലാവരും വരും. തിരക്ക് കൂടുതലാണെന്ന് പറയുന്നു എല്ലാവരും തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട്. ഈ കൽപ്പാത്തി രഥോത്സവം വലിയ ചർച്ചയായല്ലോ. തെരഞ്ഞെടുപ്പ് ദിനം 1-ാം തീയതി ദിവസം വന്നുകൊണ്ട് വലിയ ചർച്ച ചെയ്തുകൊണ്ട് കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഇത്തവണ ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട്. കൂടുതൽ പബ്ലിസിറ്റി കിട്ടി. നിങ്ങളെന്നെ അതിനുള്ള ക്രെഡിറ്റ്. എന്തായാലും അപ്പൊ ഇനിയിപ്പോ ഉത്സവം നടക്കട്ടെ. വോട്ട് പിടിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞു. ഇന്ന് വോട്ട് പിടിക്കുന്നില്ല. രഥോത്സവ രീതികളിൽ വോട്ട് പിടിക്കില്ല. ഇല്ല, നാളെ ഉള്ളൂ. അപ്പൊ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ അദ്ദേഹം എല്ലാവരിലും ഒരാളായിട്ട് രഥോത്സവത്തിന്റെ പങ്കാളിയാവുകയാണ് അദ്ദേഹം.